ഹലോ, വെൽക്കം ബാക്ക് ടു ഹിബ ഇബ്രാഹിം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ അധികം കാലത്തിന് ശേഷമായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണത്. സോ ഇന്ന് കുറച്ചധികം പണികളുണ്ട്. നമുക്ക് റൂം ക്ലീനിങ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രാൻഡായിട്ടുള്ള ദീജൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസിൻ്റെ റീൽ എടുക്കാനുണ്ട്, പാക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ആട്ടോ, അപ്പം മേ ബി എനിക്ക് അധികം കാര്യങ്ങൾ കാണിക്കാനുണ്ടാവില്ല. അപ്പം 2 ദിവസത്തും കൂടിയിട്ടാവും ഞാൻ ഈ വ്ളോഗ് എൻഡ് ആക്കുന്നുണ്ടാവുക. ഇന്ന് സൺഡേ ആണ്, നാളെ മൺഡേ ആകുമ്പോൾ ഓഫീസിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഷൂട്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ റൂമിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വെക്കാറുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ബാഗ് കളക്ഷൻ. ദെൻ ക്ലീനിങ് ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ഫോണിൽ ജസ്റ്റ് പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കണത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കസിൻ ഈ റൂമിലുണ്ട് കേട്ടോ. ആളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നൊക്കെയാണ്. സോ നമുക്ക് ആദ്യം ദീജൻ്റെ കുറച്ച് ബണ്ടിൽസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. കുറേ അധികം ദിവസങ്ങളായി അതങ്ങനെ കിടക്കുന്നു. ഓഫീസും കാര്യങ്ങളിലാവുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒന്നും ചെയ്യാൻ നേരം കിട്ടാറില്ല. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു കവറിലെ ഒരു കച്ചറ പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ട്. കാണുന്നവർക്ക് ഇതൊരു കച്ചറയാണെങ്കിൽ എനിക്കിതൊരു കച്ചറയല്ല കേട്ടോ. ഇതെന്താ സംഭവിച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ജോലിക്ക് വെച്ചിട്ട് കയറിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു ഇൻകം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സെൽഫിന് വേണ്ടി കുറച്ചധികം സ്കിൻ കെയറും മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചു. പലപ്പോഴും ഓരോ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കണ്ട് ഞാൻ വാങ്ങിക്കാതെ മാറ്റി വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്ന് അൽഹംദുലില്ലാ മാഷാ അല്ലാ എനിക്കതൊക്കെ എൻ്റെ സെൽഫിന് വേണ്ടി വാങ്ങിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കവേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലൊരു കവറിലാക്കി വെച്ചിട്ടോ. എന്നെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോൾ ഒരു ജങ്ക് ജേണൽ പോലെ മെമ്മറിയുമായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം ഇത്രയും ഔട്ട്ഫിറ്റുകൾ എനിക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. കുറേ നമ്മുടെ ദീജൻ്റെ ഉണ്ട്, കുറേ എൻ്റെ പേഴ്സണൽ ഔട്ട്ഫിറ്റുകളുണ്ട്, റിതുവിൻ്റെ ഔട്ട്ഫിറ്റുകളുണ്ട്. അപ്പം അതൊക്കെ വെച്ച് ഈ ഒരു കബോർഡ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ദീജ ക്ലോത്തിങ് ബ്രാൻഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് നിലവിൽ. അപ്പം അതിലിപ്പം കുറച്ചധികം ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഈദ് വരാൻ പോകുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട്ഫിറ്റുകൾ റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ദീജ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. മിക്ക ഔട്ട്ഫിറ്റുകളും നമ്മൾ ഓഫേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഫോൾഡിങ്ങും ക്ലീനിങ്ങും ഇങ്ങനെ ഡണ്ണായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചധികം പാക്കിംഗ് ഉണ്ടെന്ന്. അപ്പം ദീജൻ്റെ തന്നെ പാക്കിംഗ് ഉണ്ട്, അപ്പം അത് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാച്ചൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വന്നാൽ ഒക്കെ അതേപോലെ അങ്ങനെ വെച്ചൊക്കെയാണ്. സോ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഇതെനിക്ക് റിതു ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് തന്നാട്ടോ. ടൈറ്റൻ്റെ ബാച്ചാണ്, അത്യാവശ്യം നല്ലൊരു വാച്ചാട്ടോ. ക്ലീനിങ് മാത്രം പോരല്ലോ, എന്തെങ്കിലും കുറിക്കാനും വേണ്ടേ. അപ്പം സോ കസിനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നുറുക്കൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ദീജൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ ഇരിക്കണത്. ഇറ്റ്സ് നോട്ട് എസ്തെറ്റിക്, ബട്ട് സ്റ്റോറേജ് ചെയ്യാൻ വേറെ വഴിയില്ല. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മുടെ എസ്തെറ്റിക് വൈബിന് പറ്റിയതല്ല, പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചൊക്കെയാണ്. അപ്പം ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ദീജൻ്റെ എല്ലാ പാക്കിംഗ് ഐറ്റംസും വെച്ചിട്ടുള്ളത്. നമ്മളെ കവറും ട്രാൻസ്പെറൻറ്റും സ്റ്റിക്കേഴ്സും കാർഡും എല്ലാം അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ആക്ച്വലി ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വേ ആണ് വാങ്ങിച്ചത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കബോർഡ് ട്രാൻസ്പെറൻ്റ് ആണ്, അതായത് വിസിബിൾ ആണ് എല്ലാതും. അപ്പം അതങ്ങനെ ഡ്രസ്സ് അതിൽ വെച്ചിട്ട് വെക്കുമ്പോൾ ഭയങ്കര ബോറുണ്ട്. എന്നോടൊരാൾ ചോദിക്കുകയാണ് കബോർഡ് വെക്കുന്ന സമയത്ത് വിസിബിളായിട്ട്, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, അതാണോ നല്ലത് അതോ ഹൈഡായിട്ടുള്ള കബോർഡാണോ നല്ലത്? ഞാൻ 100% പറയും ഹൈഡായിട്ടുള്ള കബോർഡ് ഏറ്റവും നല്ലതെന്നുള്ളത്. കാരണം വിസിബിൾ ഭംഗി മാത്രമേ ഉള്ളൂ, ഒരിക്കലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റൂമിലേക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പം നമ്മുടെ കബോർഡിലെ എല്ലാ കാര്യങ്ങളും ആ ആൾ കാണും. അപ്പം ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ ഇപ്പം വിസിബിൾ വിത്ത് ഹൈഡും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ. ബാക്ക് ടു നമ്മുടെ പാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ അടുത്ത പാക്ക് ചെയ്യാനുള്ള ഔട്ട്ഫിറ്റ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഔട്ട്ഫിറ്റാണ്, കോഡ് സെറ്റാണ് ഡെനിമിൻ്റെ. ഈ ഒരു ഓർഡറിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വേറെ ഒന്നല്ല, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഓർഡർ കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു കസ്റ്റമർ നമ്മളിൽ നിന്ന് 3ാമത്തെ തവണയാണ് വാങ്ങിക്കുന്നത്. ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്, ഒരുപാട് ഹാപ്പിയാണ്. ആ ഒരു കസ്റ്റമറിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളിൽ നിന്ന് കുറേ ഔട്ട്ഫിറ്റ് വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ വീണ്ടും ട്രസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വാങ്ങിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. സോ അപ്പം ഈ ഒരു പാക്കിങ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് വ്ളോഗ് കഴിഞ്ഞിട്ടോ. ഞാൻ നാളത്തെ ക്ലിപ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, കിടക്കാൻ കുറച്ചധികം നേരം വൈകിയോണ്ട് തന്നെ എണീക്കാനും കുറച്ചധികം നേരം വൈകിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഓഫീസിൽ പോവാണ്. അയൺ ചെയ്യാത്തതിൻ്റെ എല്ലാ വൃത്തിയോടും ആ ഡ്രസ്സിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇട്ട് വന്ന് നോക്കുമ്പോൾ റെഡി ആവുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഇട്ട് വന്ന് നോക്കുമ്പോൾ നല്ല ബോറുണ്ടായിരുന്നു. പെട്ടെന്ന് പോയിട്ട് അത് അയൺ ചെയ്തു. സമയമില്ലാത്തതുകൊണ്ട് തന്നെ സ്കിൻ കെയർ മാത്രം ചെയ്തിട്ടാട്ടോ ഓഫീസിലേക്ക് പോകുന്നത്. വേറൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. റിതുവാണ് എന്നെ ഓഫീസിലേക്ക് സാധാരണ ആക്കി തരാറ്. ഇന്നും റിതു തന്നെ കേട്ടോ ആക്കി തന്നത്.
അത് കഴിഞ്ഞ് ഇതാ ഓഫീസിലേക്ക് എത്തി. 9:30 അല്ല, ഒരു 10 ആയിക്കണം ഏകദേശം എത്തുമ്പോൾ. ഓഫീസ് ടൈം 9:30 ആട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നില്ല, കുറച്ചധികം സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓഫീസിലെത്തിയ ഉടനെ തന്നെ ലാപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെച്ചു കേട്ടോ. ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. അത്യാവശ്യം നല്ല രീതിയിൽ മെസ്സായിട്ടൊക്കെ എടുക്കും. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്ത് ഞാൻ ഇവിടെ കാണിച്ചിരുന്നൊക്കെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം 9 to 5 വർക്കായിരിക്കും. സെയിം സംഭവങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടാവുക. ഇതെൻ്റെ കൊളീഗ്സ് കേട്ടോ. അപ്പോൾ ഒരു കൊളീഗ് ലീവായതുകൊണ്ട് ആൾ വീഡിയോ കോൾ ഇതാണേ. അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഇളനീർ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഞാനൊന്ന് ഉഷാറല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇളനീരിൻ്റെ എന്തെങ്കിലും ഒന്ന് കുടിക്കും, അപ്പോൾ ഒന്ന് ഉഷാറാവാറുണ്ട്. അതെൻ്റെ കൊളീഗ് കൊടുന്ന മറ്റേ വെജിറ്റബിൾ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു സ്നാക്കില്ലേ, അതാട്ടോ. ഞാനൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിട്ടോ. ഇറങ്ങണമെന്നും എടുക്കാൻ പറ്റില്ല, വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നുപോയി. വന്നേക്കന്നെ ഫ്രഷ് ആവൽ കഴിഞ്ഞു. അതിനുശേഷം ചായ കുടിക്കുക കേട്ടോ. ചായ അല്ല, ആക്ച്വലി ബൂസ്റ്റാണ്. ഞാൻ നല്ല ചായ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ചായയിൽ നിന്ന് കൺവേർട്ട് ആവണം വെച്ചിട്ട് ബൂസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ബൂസ്റ്റും അത്ര നല്ലതൊന്നല്ല തോന്നുന്നു, പക്ഷേ ചായ എന്തായാലും ഒന്ന് മാറണമെന്നുണ്ടായിരുന്നു. സോ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. എപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തു കഴിഞ്ഞാലും അത് ഷോർട്ടായിരിക്കും, ലെങ്ത്ത് തീരെ ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാം ലെങ്ത്ത് കൂട്ടാൻ. എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.